ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 പബ്ലിക് മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ലാബ് 30 മാക്സിമ ആൻഡ് മിനിമയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം ആൻസേഴ്സ് എങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്താം, ഈ ലാബിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വൈവ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. 2023-2024 പബ്ലിക് മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് പഠിക്കുക. അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും 2025 പ്രാക്ടിക്കൽ എക്സാമിനേഷനും ചോദിക്കാൻ സാധ്യത. 2023-2024 പബ്ലിക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ക്ലാസുകൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലാസുകൾ കാണാവുന്നതാണ്. അതുപോലെ 2024-2025 അക്കാദമിക വർഷം മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് പരിഗണിക്കുന്ന എല്ലാ ലാബിന്റെയും എല്ലാ ആക്ടിവിറ്റീസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ 2024-2025 എന്ന പ്ലേലിസ്റ്റിൽ ആ ക്ലാസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലാബ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആദ്യം ആ ലാബ് ആക്ടിവിറ്റീസ് മനസ്സിലാക്കിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുകയാണെങ്കിൽ ലാബിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. സോ ഇവിടെ ലാബ് 30 മാക്സിമ ആൻഡ് മിനിമ 2024 ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 15 ആയിട്ടാണ് 2024 ഈ ലാബിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഗിവൺ ബിലോ. 3 ഫംഗ്ഷൻ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് ടിക്കറ്റ് ഇട്ടായിരിക്കും, അത് മാത്രം കൺസിഡർ ചെയ്യുക. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ ഓർ ലോക്കൽ മിനിമ. Also find local maximum and local minimum values. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക, അത് നിങ്ങൾക്കറിയാം. എന്നിട്ട് ഇൻപുട്ട് ബാറിൽ ആ ഫംഗ്ഷൻ, ആദ്യത്തെ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ എന്തായിരുന്നു? 8x³ ഷിഫ്റ്റ് ക്യാപ് 3 8x³ മൈനസ് 12x² ഷിഫ്റ്റ് ക്യാപ് 2 then പ്ലസ് 7. എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. സോ സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ടേണിംഗ് പോയിന്റ്സ് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ്. അറിയാം ഈ ഫംഗ്ഷൻ എവിടെ ടേൺ ചെയ്യുന്നു? ഇവിടെ മേളിൽ ടേൺ ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ എന്താണ്? 0. x = 0 ഈസ് ദ വൺ ടേണിംഗ് പോയിന്റ്. അടുത്ത എവിടെയാണ് ടേൺ ചെയ്യുന്നത്? ഇവിടെ. അതെന്താണ്? x = 1 ഈസ് ദ നെക്സ്റ്റ് ടേണിംഗ് പോയിന്റ്. ഒരു ഫംഗ്ഷൻ തന്നാൽ അത് ഏതൊക്കെ ഇന്റർവെല്ലാണ് ഇൻക്രീസിങ്, ഏതൊക്കെ ഇന്റർവെല്ലാണ് ഡിക്രീസിങ് എന്ന് നമ്മൾ ലാബ് 27 ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനിൽ ഡിസ്കസ് ചെയ്തു. ഇവിടെ ഈ ഫംഗ്ഷന്റെ ലോക്കൽ മാക്സിമം വാല്യൂ എന്ത്, ലോക്കൽ മിനിമം വാല്യൂ എന്ത് എന്നാണ് നമുക്ക് കാണേണ്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം ഇതിന്റെ മാക്സിമം വാല്യൂ എവിടെയാണ്? ഇവിടെയാണ് അല്ലെ. മിനിമം വാല്യൂ എന്താണ്? ഇതിന് നേരെയുള്ള y വാല്യൂ ആയിരിക്കും മിനിമം വാല്യൂ. അപ്പോൾ ഇവിടെ ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്ന എക്സ് വാല്യൂ ഏതാണ്? ലോക്കൽ മാക്സിമം തരുന്ന പോയിന്റ് ഏതാണ്? x = 0. സോ x = 0 ഈസ് ദ ലോക്കൽ മാക്സിമം. അതുപോലെ ഇതാണ് മിനിമം വാല്യൂ തരുന്ന വാല്യൂ അല്ലേ. അതിന് നേരെയുള്ള എക്സ് വാല്യൂ എന്താണ്? 1 ആണ്. അത് നമുക്ക് സ്റ്റാൻഡേർഡ് വ്യൂയിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം 1 ആണെന്നുള്ളത്. ഓക്കെ, 1 ആണ് എക്സിന്റെ വാല്യൂ. അപ്പൊ x = 1 ഈസ് ദ ലോക്കൽ മിനിമ. അപ്പൊ കഴിഞ്ഞില്ലേ? അപ്പോൾ x = 0 ഈസ് ദ ലോക്കൽ മാക്സിമ, x = 1 ഈസ് ദ ലോക്കൽ മിനിമ. ഇനി എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോക്കൽ മാക്സിമം വാല്യൂ. നമ്മുടെ ഫംഗ്ഷനിൽ എക്സിന് 0, അതുപോലെ എക്സിന് 0 കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കിട്ടും? വളരെ സിമ്പിൾ ആണ്, 7 എന്ന് കിട്ടും. x 0 ആകുമ്പോൾ f of 0 എന്താണ്? 7. സോ ലോക്കൽ മാക്സിമം വാല്യൂ എന്താണ്? 7. ലോക്കൽ മിനിമം വാല്യൂ കാണാൻ എക്സിന് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. 1 കൊടുത്താൽ 8 - 12 എന്താണ്? -4. -4 + 7 എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ f of 0 അതേപോലെ f of 1 എന്ത് ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലും ആൻസർ കിട്ടും. അതിന്റെ ആവശ്യമില്ല, ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ സാധിക്കും. സോ ഇതെങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തും? ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 15 എഴുതുക. ലാബ് 30 മാക്സിമ ആൻഡ് മിനിമ. നിർബന്ധമായിട്ടും ഹെഡിങ് എഴുതണം. എല്ലാ ലാബിന്റെയും ആൻസേഴ്സ് നിരത്തി എഴുതി കളയരുത്. ഓരോ ക്വസ്റ്റ്യനും ഏത് ലാബിൽ നിന്നുള്ളതാണെന്ന് വ്യക്തമായി ഹെഡിങ് എഴുതിയിട്ട് വേണം ബാക്കി ആൻസേഴ്സ് രേഖപ്പെടുത്താൻ.
സോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ഫംഗ്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ലോക്കൽ മാക്സിമം എവിടെയാണ്? എക്സ് ഈക്വൽ ടു 0-ൽ. ലോക്കൽ മിനിമം എവിടെയാണ്? എക്സ് ഈക്വൽ ടു 1-ൽ. ലോക്കൽ മാക്സിമം വാല്യൂ എന്തായിരുന്നു? 7. ലോക്കൽ മിനിമം വാല്യൂ എന്തായിരുന്നു? 3. അതായത് എഫ് ഓഫ് 0 കാണുമ്പോൾ 7 കിട്ടും, എഫ് ഓഫ് 1 കാണുമ്പോൾ 3 കിട്ടും. ഇതുപോലെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ആ ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് PDF-ൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഗിവൺ ബിലോ. ഒരു വലിയ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഡാഷ് എക്സ്, എഫ് പ്രൈം എക്സ്, അതിന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് ആ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് എക്സ് ആക്സുമായി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ കണ്ടെത്തുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെയും ആദ്യത്തെ ഫംഗ്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ജിയോജിബ്ര വിൻഡോ എടുത്തു, ജസ്റ്റ് ഇതൊന്ന് ബാക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് എന്താണ് ഇവിടെ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്താണ് പഴയ വിൻഡോയിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, കൺട്രോൾ M കൊടുത്ത് അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് സ്റ്റാൻഡേർഡ് വ്യൂ ആക്കുക. ഇൻപുട്ട് ബാറിൽ ആദ്യത്തെ ഫംഗ്ഷൻ ഞാൻ എന്താണ് ടൈപ്പ് ചെയ്യുകയാണ് അല്ലെ. 2x³ ഷിഫ്റ്റ് ക്യാപ് 3, 2x³ പ്ലസ് 9x² ഷിഫ്റ്റ് ക്യാപ് 2, 2x³ പ്ലസ് 9x² മൈനസ് 24x ദെൻ മൈനസ് 5. എന്റർ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷന്റെ ഗ്രാഫ് കാണുവാൻ സാധിക്കും അല്ലെ. ഒരു എവിടെയാണ് ടേണിംഗ് പോയിന്റ് എന്നൊന്നും ഒറ്റ നോട്ടത്തിൽ ഇപ്പൊ കണ്ടുകൂടാ, അറിയത്തില്ല. നമ്മൾ എന്ത് ചെയ്യുന്ന സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് എവിടെയാണെന്ന് മനസ്സിലാക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും ഇവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. അത് താഴോട്ടായതുകൊണ്ട് ലോക്കൽ മിനിമ വാല്യൂ ആണ് ഇവിടെ വരുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആണ് ലോക്കൽ മിനിമ എന്ന് നമുക്ക് മനസ്സിലാവും. വീണ്ടും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അല്ലേ, ഇതാണ് ഇതിലെ പ്രശ്നം. കണ്ടോ, അങ്ങ് പോവുകയാണ്. മേളിലെവിടെയോ വെച്ച് വളഞ്ഞാണ് താഴോട്ട് വരുന്നത്, വളയാതെ താഴോട്ട് വരാൻ പറ്റില്ലല്ലോ. സോ മേളിലെവിടെയോ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതാ കണ്ടോ, ദാ ഇവിടെ വന്നിട്ട് ദാ ഇവിടെ വന്ന് കണ്ടോ വളഞ്ഞ് താഴെ വന്ന് വീണ്ടും വളഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ പോയിന്റിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ലോക്കൽ മാക്സിമം വാല്യൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആണ് ലോക്കൽ മാക്സിമ. അതുപോലെ ഇതാണ് ലോക്കൽ മിനിമം വാല്യൂ, ഇതിന്റെ y വാല്യൂ ആണ് ലോക്കൽ മിനിമം വാല്യൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആണ് ലോക്കൽ മിനിമ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒറ്റ നോട്ടത്തിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അല്ലെ. ഞാൻ വീണ്ടും സ്റ്റാൻഡേർഡ് വ്യൂയിലോട്ട് മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഇതിന്റെ ഈ ഗ്രാഫിന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് കാണണമെങ്കിൽ ഇൻപുട്ട് ബാറിൽ ഡെറിവേറ്റീവ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ സെലക്ട് ചെയ്യുക ഫംഗ്ഷൻ. ഇവിടെ ഫംഗ്ഷന്റെ പേരെന്താണ്? എഫ് കൊടുക്കുക, എന്റർ കൊടുക്കുക. അപ്പൊ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് നമുക്ക് കാണുവാൻ സാധിച്ചു. ഈ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് എക്സ് ആക്സിസുമായി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? 0. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുകയാണെങ്കിൽ അപ്പോൾ സോൾവ് ചെയ്ത് കിട്ടുന്ന എക്സിന്റെ വാല്യൂസിനെയാണ് എന്ത് പറയുന്നത്? ടേണിംഗ് പോയിന്റ്സ്. ചുരുക്കി പറഞ്ഞാൽ ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് ഒരു ടേണിംഗ് പോയിന്റ്, ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് മറ്റൊരു ടേണിംഗ് പോയിന്റ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പിക്ചേഴ്സ് വരുമ്പോൾ ടേണിംഗ് പോയിന്റ്സ് കണ്ടെത്താം യൂസിങ് ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെ. തന്നിട്ടുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വരയ്ക്കുക, അത് എക്സ് ആക്സുമായി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ മനസ്സിലാക്കുക. ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റുകളാണ് എന്ത്? ടേണിംഗ് പോയിന്റ്സ്. അപ്പൊ ഈ രണ്ട് പോയിന്റ് നമുക്ക് മെഷർ ചെയ്യണം. അതിനുവേണ്ടി പോയിന്റ് ടൂൾ ബാറിൽ ഇന്റർസെക്ട് എന്ന ഓപ്ഷൻ എടുക്കുക. നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുക, ഗ്രീൻ കളർ. ദെൻ എക്സ് ആക്സിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അപ്പോൾ എന്ത് കിട്ടും? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി കിട്ടി. രണ്ട് കിട്ടിയില്ലേ? അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? -4,0. എക്സ് കോർഡിനേറ്റ് -4. അപ്പോൾ ഒരു പോയിന്റ് -4. മറ്റേ പോയിന്റ് എന്താണ്? മറ്റേ ടേണിംഗ് പോയിന്റ് എന്താണ്? x = 1. വേണമെങ്കിൽ അത് ഇവിടെ ഒന്ന് ഷോ ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്കറിയാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് കൊടുക്കുക, ദെൻ നെയിം ആൻഡ് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് അത് അവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ചെയ്യാം അല്ലെ. അവിടെ 1,0 വരുന്നുണ്ട്, പക്ഷെ അവിടെ ഷോ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ ചെയ്ത അതേ പരിപാടി, നെയിം ആൻഡ് വാല്യൂ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് ഒരു ടേണിംഗ് പോയിന്റ്. അതായത് x = -4, then x = എന്താണ്? 1 is the another turning point.
ഇനി നമുക്ക് ഇതിൽ ഏതാണ് ലോക്കൽ മാക്സിമ ഏതാണ് ലോക്കൽ മിനിമ എന്ന് ചെക്ക് ചെയ്യാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ആ ചെയ്ത് ബുദ്ധിമുട്ടാവേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മുടെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് ഞാൻ ഇനി ഹൈഡ് ചെയ്യുന്നു. നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞല്ലോ, ടേണിംഗ് പോയിന്റ് കണ്ടെത്തി കഴിഞ്ഞു. ഇനി നോക്കി നോക്ക്, ഈ പോയിന്റ് ഇവിടെ താഴെയിലേ വരുന്നേ. അപ്പൊ ലോക്കൽ എന്താണ്? മിനിമ. ലോക്കൽ മിനിമ എന്ന് പറയുന്നത് എന്താണ്? 1 ഈസ് ദ ലോക്കൽ മിനിമ. അപ്പൊ സ്വാഭാവികമായിട്ട് -4 എന്തായിരിക്കും? മേളിൽ ടേൺ ചെയ്യല്ലേ? ലോക്കൽ മാക്സിമ. അപ്പൊ -4 ഈസ് ദ ലോക്കൽ മാക്സിമ എന്ന് മനസ്സിലാക്കാം. സോ ലോക്കൽ മാക്സിമ x ഈക്വൽ ടു -4. ലോക്കൽ മിനിമ എന്തായിരുന്നു? x ഈക്വൽ ടു 1. ഇനി ലോക്കൽ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷനിൽ എക്സിന് എന്ത് കൊടുക്കുക? -4 കൊടുക്കുക. അപ്പൊ ആൻസർ 107. എക്സിന് 1 കൊടുക്കുമ്പോൾ ലോക്കൽ മിനിമം വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് -18. അത് നമുക്ക് ജിയോജിബ്രയുടെ സഹായത്തോടു കൂടി കാണാം. എന്താണത്? ഇവിടെ കൊടുത്താൽ മതി. f ഓഫ് -4, f ഇടുക, ബ്രാക്കറ്റിനകത്ത് -4, ദെൻ എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ മാക്സിമം വാല്യൂ എന്താണ്? 107. ഇനി മിനിമം വാല്യൂ എവിടെയാണ്? 1 ആണ്. അതിന് കാണുന്നതിന് വേണ്ടി f ഓഫ് 1 ബ്രാക്കറ്റ് കൊടുക്കുക, 1 കൊടുക്കുക, എൻ്റർ കൊടുക്കുമ്പോൾ f ഓഫ് 1 എന്ത് കിട്ടി? -18 എന്ന് കിട്ടി. സോ അതാണ് നമ്മുടെ ആൻസർ സ്ക്രിപ്റ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, -8 is the local minimum value. ഇതുപോലെ നിങ്ങൾക്ക് റിമൈനിങ് ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കാം. രണ്ടാമത്തെ ഫംഗ്ഷൻ ആണെങ്കിൽ അത് ഇതേപോലെ ഇൻപുട്ട് ചെയ്യുക, ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് കാണുക, ആ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് എക്സ് ആക്സുമായി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ കണ്ടെത്തുക. ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും ടേണിംഗ് പോയിന്റ്സ്. ഏറ്റവും മിനിമം വാല്യൂ തരുന്നത് ലോക്കൽ മിനിമ, മാക്സിമം വാല്യൂ തരുന്ന പോയിന്റ് ലോക്കൽ മാക്സിമ. ഇത്രയേ ഉള്ളൂ അല്ലെ. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈസി ആയിട്ട് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ആൻസറിലേക്ക് എത്തുവാൻ സാധിക്കും. Next, question number 3. Draw the graph of the function f of x and find its absolute maximum and absolute minimum values in the given interval. ഇവിടെ 3 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഞാൻ അവസാനത്തെ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുക ഇൻ ദിസ് ഇന്റർവൽ -2,2. എന്താണ് ക്ലോസ്ഡ് ഇന്റർവൽ -2,2 എന്ന് പറഞ്ഞാൽ? -2 < x < 2 അല്ലെ. എക്സിന്റെ വാല്യൂ -2 2 ഉൾപ്പെടെ അതിനിടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഉള്ള ഫംഗ്ഷന്റെ ഗ്രാഫാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി ഒരു പുതിയ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. ആ ഫംഗ്ഷന്റെ ഗ്രാഫ് നിങ്ങൾ ഇവിടെ കൃത്യമായി ടൈപ്പ് ചെയ്യുക. 2x³ ഷിഫ്റ്റ് ക്യാപ് 3 പ്ലസ് 3x². 2x³ പ്ലസ് 3x² പ്ലസ് 3x ഷിഫ്റ്റ് ക്യാപ് 2 2x³ plus 3x² minus 36x minus 36x plus 10. ഓക്കെ, പ്ലസ് 10 ആണ്, ഈക്വൽ ടു വരുന്നു പ്ലസ് 10. ദെൻ എൻ്റർ കൊടുത്തു കളയരുത്. കോമ ഏത് ഇന്റർവെല്ലാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ക്ലോസ്ഡ് ഇന്റർവെൽ -2,2. അതായത് -2 less than or equal to x less than or equal to 2 എന്ന് കൊടുക്കുക. എൻ്റർ. ഇപ്പോഴാണ് നമ്മുടെ ആ ഇന്റർവെലുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഈ ഫംഗ്ഷന്റെ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് കാണുക. ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ, ഫംഗ്ഷന്റെ പേരെന്തായിരുന്നു? f. എൻ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് കാണുവാൻ സാധിക്കും. ഇതൊന്ന് വലിച്ചു പിടിച്ച് നമ്മൾ കൊടുത്ത കമാൻഡ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അല്ലെ. 2x³ plus 3x² minus 36x plus 10 എല്ലാം കറക്റ്റ് ആണ്. ഇനി ഇതിനെ ഒന്ന് സ്റ്റാൻഡേർഡ് വ്യൂയിലാക്കി നമുക്ക് ഗ്രാഫ് ഭംഗിയായിട്ടൊന്ന് കാണാം. ഓക്കെ, ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ്. ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ് ആക്സുമായി ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് നമുക്ക് കണ്ടെത്തണം അല്ലെ. ഈ പോയിന്റ് കണ്ടെത്തണം. ആ പോയിന്റ് കാണാൻ സ്റ്റാൻഡേർഡ് വ്യൂയിലാക്കിയാൽ മതി. 2. അപ്പൊ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? എക്സ് ആക്സുമായി ഇന്റർസെക്ട് ചെയ്യുന്നു. അതായത് ഒരു ടേണിംഗ് പോയിന്റ് x = 2 എന്ന് പറയുന്നതാണ്. ഈ 2 എന്ന് പറയുന്ന ഈ ഒരൊറ്റ ടേണിംഗ് പോയിന്റ് മാത്രമേ ഈ ഫംഗ്ഷൻ ഉള്ളൂ. അപ്പൊ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടെത്തുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടെത്തുക. അതിനുവേണ്ടി നേരത്തെ ചെയ്തതുപോലെ f(2) കൊടുക്കുക അല്ലെ. f(2) കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? -34. ഇനി നമ്മുടെ ഇന്റർവൽ എന്തായിരുന്നു? ക്ലോസ്ഡ് ഇന്റർവൽ -2,2.
ആ ഇന്റർവെലിന്റെ ലോവർ ലിമിറ്റിലും അപ്പർ ലിമിറ്റിലും ഫംഗ്ഷന്റെ വാല്യൂ കാണുക. അതായത് -2 ഫംഗ്ഷന്റെ വാല്യൂ എടുത്ത് കാണുക. f ഓഫ് -2 കാണുക. f ഓഫ് -2 കാണുക. എന്റർ കൊടുക്കുക. അപ്പോൾ 78 കിട്ടി. അടുത്ത് f ഓഫ് 2 ഓൾറെഡി നമ്മൾ കണ്ടെത്തി അല്ലേ? അതായത് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കാണണമെങ്കിൽ ലോവർ ലിമിറ്റിൽ ഫംഗ്ഷന്റെ വാല്യൂ കാണുക, അപ്പർ ലിമിറ്റിൽ ഫംഗ്ഷന്റെ വാല്യൂ കാണുക, ടേണിംഗ് പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ കാണുക. ഇവിടെ ടേണിംഗ് പോയിന്റ് 2 തന്നെയാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സിൽ ഫംഗ്ഷന്റെ വാല്യൂ കിട്ടുമ്പോൾ മാക്സിമം വാല്യൂ ഏതാണോ അതാണ് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ, ഏതാണോ മിനിമം അതാണ് അബ്സല്യൂട്ട് മിനിമം. ഹിയർ അബ്സല്യൂട്ട് മാക്സിമം എന്താണ്? 78. അബ്സല്യൂട്ട് മിനിമം എന്താണ്? -34. ശരിയാണോ? ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തുക. അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ 78, അബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്താണ്? -34. ഇതുപോലെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ ഇത്രയുമാണ് ലാബ് 30 മാക്സിമ ആൻഡ് മിനിമയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ്സ്. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഈ ആശയങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മാക്സിമ ആൻഡ് മിനിമ എന്ന ലാബിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും. എന്നാൽ വൈവ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മുടെ എക്സ്റ്റേണൽ എക്സാമിനേഴ്സ് എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ അത് പറയുവാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, എന്താണ് അബ്സല്യൂട്ട് മാക്സിമ അബ്സല്യൂട്ട് മിനിമ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് തിയറി ക്ലാസ് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അത്തരം ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ലാബിൽ നിന്ന് വൈവ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. സോ ഈ ലാബിലെ 8 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. Wait for the next class. Till then, bye bye.